സേതുലക്ഷ്മി വേദയെ ഒരു റൂമിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് ഫുള്ള് ബുക്കുകളായിരിക്കും. അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സിവിൽ സർവീസിന് റെഫർ ചെയ്യേണ്ട ബുക്കുകളാണ്. നീ സിവിൽ സർവീസ് എഴുതണം, നല്ലൊരു പൊസിഷനിൽ എത്തണം, കുഞ്ഞ് നിൻ്റേതാണ് എന്ന് പറയുമ്പോൾ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മാത്രമേ തരുൺ കുഞ്ഞ് നിൻ്റേതാണ് എന്നുള്ള കാര്യം അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേതുലക്ഷ്മി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവൾ പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ജയിലിലും അതുപോലെ പഠിച്ച് നല്ലൊരു ഉയരത്തിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് പഠിക്കാനുള്ള എല്ലാ ബുക്സും ഞാൻ ജയിലിൽ എത്തിച്ചു തരാം, നീ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്രണ്ടും പറയുന്നുണ്ട്. എക്സാം എഴുതാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയിൽ സൂപ്രണ്ടും വിക്രമിന് വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബുക്കുകളും റെഫർ ചെയ്യുന്നുണ്ട്. എക്സാമിനും ക്ലാസ്സിനും എല്ലാത്തിനും പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേദയുടെ മോളും വളരുന്നുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വേദ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് വേദ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ മസൂരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ. അച്ഛൻ ഞാൻ വിളിച്ചതൊന്നും ആരുടെ അടുത്തും അറിയിക്കുകയൊന്നും വേണ്ട. അമ്മയുടെ അടുത്ത് പോലും പറയരുത്. എനിക്ക് അച്ഛനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വേദയെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ മസൂരിയിലേക്ക് വരുന്നുണ്ട്. വന്നതും വേദയുടെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്ത് പറഞ്ഞു നിന്നെ അവസാനമായി കാണുമ്പോൾ നീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്. കുഞ്ഞെവിടെ, കുഞ്ഞിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ കുഞ്ഞിനെക്കുറിച്ചോ അവൾ എവിടെയായിരുന്നോ എന്നുള്ള ഒരു കാര്യം തന്നെ പറയുന്നില്ല അച്ഛൻ്റെ അടുത്ത്. വിക്രത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ജാമ്യം കിട്ടുമോ, ജയിൽ മോചിതനാവോ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ഇനിയും നമ്മൾ അപ്പീലിന് കൊടുക്കണം, കേസ് ഓപ്പൺ ചെയ്യണം, അതിനുള്ള തക്കതായ തെളിവുകളൊന്നും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വഴിയും വേദ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി, അച്ഛനൊന്ന് ശ്രമിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വിക്രത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണോ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ കണ്ട കാര്യമൊന്നും പറയരുത്, പക്ഷേ ഒരുപാട് സർപ്രൈസുകളുമായി വേദ എവിടെയോ ഒരു കോണിൽ കാത്തിരിപ്പുണ്ട് എന്നുള്ള സൂചന മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എവിടെയോ പോയതറിഞ്ഞിട്ട് ശ്രീകാന്ത് അച്ഛനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മകളെ അന്വേഷിച്ചിട്ട് പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കാൻ ശ്രമം നടത്തി, പക്ഷെ കണ്ടു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സ്വത്തിനും മുതലിനും വേണ്ടിയല്ലേ നീ നടക്കുന്നത്, അതിനൊരു ഉപായം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വത്ത് കുറച്ചു കാലം ഒരാളുടെ പേരിൽ നോക്കി നടത്താൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കണം. അത് എഴുതി കൊടുത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അവരുടെ പേരിൽ തന്നെ അത് രജിസ്റ്റേർഡ് ആവും. അപ്പോൾ അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടണമായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വേദ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തരുണിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. വേദയുടെ മകളാണെങ്കിൽ വളർന്ന് കുറച്ച് വലിയ കുട്ടിയായിട്ടുണ്ട്. സേതുലക്ഷ്മിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട്, എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്കാണ് ഫസ്റ്റ് പോസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അങ്ങോട്ട് പോകണം, മോളെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അമ്മയെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സേതുലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇല്ലേ, മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.